പിണറായി വിജയന്റെ വീട്ടിലും ഇ ഡി എത്തിയിരിക്കുന്നു അല്ലെ? അതെ അതെ. എങ്ങനെ കാണുന്നു അതിനെ? എങ്ങനെയാണ്, എന്താണ് സ്വപ്നയുടെ ഒരു പ്രതികരണം? വളരെയധികം സന്തോഷം. പക്ഷെ കുറച്ചൊന്ന് വൈകി എന്നുള്ള ഒരു ദുഃഖം മാത്രമേ ഉള്ളൂ. ഇത് മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുന്ന ആ പദവിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ കേസുകൾ പൊങ്ങി വന്നപ്പോ അന്വേഷണം വേണമായിരുന്നു എന്നുള്ളൊരു അഭിപ്രായമായിരുന്നു എനിക്കുള്ളത്. അവരുടെ ഇൻഫ്ലുവൻസും അവരുടെ പവറും വെച്ചുകൊണ്ട് അവർ ഇത്രയും നാള് എല്ലാ നിയമത്തിനെയും തട്ടിക്കളിക്കുകയായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഇതൊരു നല്ല തുടക്കമാണ്. എക്സ് ചീഫ് മിനിസ്റ്ററിന് എന്തായാലും കേരളത്തിലെ ജനങ്ങൾ എഴുതിയ വിധിക്ക് ശേഷം ഒരു വൻ തിരിച്ചടിയാണിത്. ആൻഡ് ഐ എം ഷുവർ ദാറ്റ് ഹി ഹാസ് ടു ഗിവ് എ ലോട്ട് മോർ. ഓക്കെ, സ്വപ്ന ഉൾപ്പെട്ട സ്വർണ്ണക്കടത്ത് കേസ്, അതുപോലെ തന്നെ ലൈഫ് മിഷൻ, ഇതൊക്കെ നമ്മൾ കേട്ടതാണ്, കണ്ടതാണ്. അന്ന് വരേണ്ടിയിരുന്നതല്ലേ ഇ ഡി? അതെ, അന്ന് വരേണ്ടതായിരുന്നു. അന്ന് ഇവരൊക്കെ ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ട് ഇരിക്കുന്നതിന്റെ പേരിലായിരിക്കാം. എനിക്ക് അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് അറിയില്ല. പക്ഷേ ഓൺ ദിസ് നോട്ട് ഐ വുഡ് ലൈക്ക് ടു താങ്ക് മിസ്റ്റർ ഷോൺ ജോർജ്. ബിക്കോസ് പുള്ളിക്കാരൻ ഈ ഒരു ഇനിഷ്യേറ്റീവ് എടുത്ത് പോരാടിയോണ്ട് മാത്രമാണ് ഇപ്പം ഇ ഡി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഞാനും പ്രതീക്ഷിക്കുന്നു ഗോൾഡ് സ്മഗ്ലിംഗ് കേസ്, ലൈഫ് മിഷൻ കേസിലൊക്കെ എന്തായാലും ഒരു അന്വേഷണം വീണ്ടും തുടങ്ങും. ഇ ഡി വന്നതുപോലെ മറ്റ് ഏജൻസികളും വന്ന് ഇതിന് വേണ്ട ഒരു തീരുമാനം ഉണ്ടാക്കി തന്നെ തരണം എന്ന് ഉള്ളത് എന്റെ പ്രാർത്ഥനയും എന്റെ ഒരു ആഗ്രഹമാണ്. ഐ തിങ്ക് അത് ഇതൊരു തുടക്കമാണെന്നാണ് ഞാൻ കാണുന്നത്. സർ നമസ്കാരം. നമസ്കാരം. ഇന്ന് എല്ലാ മാധ്യമങ്ങളിലും ചർച്ച പഴയതുപോലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെയും മകളുടെയും മാസപ്പടിക്കോഴയും ഇ ഡിയെ തെരുവിൽ കൈകാര്യം ചെയ്ത രീതിയുമെല്ലാം തന്നെയാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിയെ തന്നെ വിളിച്ചു വരുത്തി, ഡി ജി പിയെ തന്നെ വിളിച്ചു വരുത്തി ആഭ്യന്തര വകുപ്പ് മന്ത്രി നീരസം അറിയിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് ഇത്രത്തോളം വലിയ വീഴ്ച വന്നത് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണ് എക്സാലോജിക്കും CMRL തമ്മിൽ നടന്നിരിക്കുന്നത്. അതിന് അവിടെ നിന്നും കൈപ്പറ്റിയ പണത്തിന് മകൾ എന്ന രീതിയിൽ വീണ വിജയൻ, എക്സാലോജിക്കിൻ്റെ ഉടമ കൂടിയായ വീണ വിജയൻ GST അടച്ചിട്ടുണ്ട് എന്നൊക്കെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അന്ന് നിയമസഭയിൽ ഘോരഘോരം പ്രസംഗിക്കുകയുണ്ടായി. അങ്ങനെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള ഇടപാടിന് ഇ ഡി അന്വേഷണം വരുമ്പോൾ എന്തിനാണ് മുഖ്യമന്ത്രി CPM-ലെയും DYFI-ലെയും അല്ലെങ്കിൽ SFI-ലെയും എല്ലാം നേതാക്കന്മാരെ വിളിച്ചു വരുത്തി ഇ ഡിക്കെതിരെ തെരുവിൽ ഒരു വലിയ പ്രതിഷേധവും പ്രതിരോധവും തീർക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. പിന്നീട് ആ ഒരു പ്രതിരോധം ഇ ഡി ഉദ്യോഗസ്ഥന്മാരെ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് വരെ കേരളത്തിൻ്റെ സാംസ്കാരിക മുഖത്തിന് വരെ വലിയ ചെളി വലിച്ച് എറിയുന്ന തരത്തിലേക്കുള്ള വലിയ നാണക്കേടുണ്ടാക്കുന്ന കാര്യമായിരുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത്, ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് നയതന്ത്ര ബാഗേജ് വഴി നടത്തിയ സ്വർണ്ണ കള്ളക്കടത്ത്, അതുപോലെ ഖുറാൻ എന്ന വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ പുറംചട്ടയിൽ സ്വർണ്ണപ്പാളികൾ പൊതിഞ്ഞു കടത്തി എന്നുള്ളൊരു കേസ്, ബിരിയാണി ചെമ്പ് വഴി സ്വർണം കടത്തി എന്ന് പറയുന്ന ഒരു കേസ്, ഇതെല്ലാം അന്ന് കോൺസുലേറ്റിൽ ജോലിക്കാരിയായിരുന്ന സ്വപ്ന സുരേഷാണ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. കോൺസുലേറ്റ് ബാഗേജ് വഴി സ്വർണം കടത്തിയതിൻ്റെ പേരിൽ ഏതാണ്ട് 1.5 വർഷത്തോളം സ്വപ്ന സുരേഷും ജയിലിൽ തന്നെ ആയിരുന്നു. ജയിൽ മോചിതയായ ശേഷമാണ് അവർ ഞെട്ടിക്കുന്ന പല രഹസ്യങ്ങളും തുറന്നു പറഞ്ഞത്. അന്ന് നാട് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഓമന മകളായ വീണ വിജയനും ചേർന്നാണ് എല്ലാ വിധത്തിലുള്ള തട്ടിപ്പുകളും ക്രമക്കേടുകളും അഴിമതികളും നടപ്പാക്കുന്നത് എന്നാണ് സ്വപ്ന സുരേഷ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് വിളിച്ചു പറഞ്ഞത്. മാത്രമല്ല കോടതിയിൽ 164 സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു. അവർ പറഞ്ഞ കാര്യങ്ങൾ സ്വർണ്ണക്കള്ളക്കടത്ത് കൂടാതെ ലൈഫ് മിഷൻ കോഴ, റെഡ് ക്രസൻറ്റ് വഴി വിദേശത്ത് നിന്ന് ഫെമ നിയമം ലംഘിച്ച് കോടിക്കണക്കിന് രൂപ ഇവർ തട്ടിച്ചെടുത്തു. അതുപോലെ തന്നെ ഫോൺ ഇടപാടിൽ ക്രമവിരുദ്ധമായ പല പദ്ധതികളും കൊണ്ടുവന്ന് വലിയ വലിയ കോടികൾ, വലിയ വലിയ തുകകൾ അവർ അഴിമതിയിലൂടെ നേടിയെടുക്കാൻ ശ്രമിച്ചു. പ്രൈസ് വാട്ടർ കൂപ്പറുമായി ബന്ധപ്പെട്ട അഴിമതി, ഇങ്ങനെ നിരവധി ആരോപണങ്ങളാണ് സ്വപ്ന സുരേഷ് അക്കമിട്ട് അടയാളപ്പെടുത്തി മുഖ്യമന്ത്രിക്കും അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനും പിണറായി വിജയൻ്റെ കുടുംബത്തിനും എതിരെ പറഞ്ഞത്. സ്വപ്ന സുരേഷ് ഇത്തരത്തിൽ വലിയ ഗുരുതരമായ ആരോപണങ്ങളും വെളിപ്പെടുത്തലുകളും നടത്തിയിട്ട് എവിടെയെങ്കിലും പ്രസംഗിക്കുമ്പോൾ മൈക്കൊന്ന് ഹൗളി ചെയ്താൽ ആ മൈക്ക് സെറ്റുകാരനെയും മൈക്കും
വരെ കസ്റ്റഡിയിലെടുക്കുന്ന പിണറായി വിജയൻ, സ്വപ്ന സുരേഷ് ഗുരുതരമായ ഇത്തരത്തോളം വെളിപ്പെടുത്തൽ പിണറായി വിജയനും പിണറായി വിജയന്റെ കുടുംബത്തിനുമെതിരെ നടത്തിയിട്ട് കേരളത്തിലെ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിലോ കോടതിയിലോ ഒരു പെറ്റി കേസ് പോലും സ്വപ്ന സുരേഷിനെതിരെ കൊടുക്കുവാൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന് ധൈര്യമുണ്ടായിരുന്നില്ല. മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും വീണ വിജയനും ഒന്നും ചങ്കുറ്റമുണ്ടായിരുന്നില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുതയാണ്. ഇന്നിപ്പോൾ സ്വപ്ന സുരേഷ് ഉന്നയിച്ച കാര്യങ്ങൾക്കൊക്കെ അടിവരയിട്ടുകൊണ്ട് അത് ശരിവയ്ക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു വീണ വിജയന്റെ മാസപ്പടി കേസുമായി ED എത്തുന്നതും ED മുൻ മുഖ്യമന്ത്രിയുടെ വസതിയിൽ താമസിച്ചിരുന്ന വീണ വിജയനെ മണിക്കൂറുകളോളം 8.5 മണിക്കൂറുകളോളം ചോദ്യം ചെയ്യുകയും വിലപ്പെട്ട പല രേഖകളും അവർ അവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോവുകയും ചെയ്തത്. ഈ സന്ദർഭത്തിൽ സ്വപ്ന സുരേഷ് വീണ്ടും വന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് നൽകിയിരിക്കുന്നു മാധ്യമത്തിൽ. അന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായി അന്വേഷിച്ചിരുന്നു എങ്കിൽ തീർച്ചയായും ഇതിലും വലിയ ഗുരുതരമായ വിഷയങ്ങൾ കണ്ടെത്താൻ നേരത്തെ സാധിക്കുമായിരുന്നു. എന്തായാലും ED ഉദ്യോഗസ്ഥന്മാർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഒപ്പം ഈ വിഷയം പൊതുസമൂഹത്തിൻ്റെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിൻ്റെയും മുന്നിൽ കൊണ്ടുവരികയും അവരെ അന്വേഷണത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്ത, അല്ലെങ്കിൽ അതിൽ കക്ഷി ചേരുകയും ചെയ്ത BJPയുടെ യുവ നേതാവായ ഷോൺ ജോർജിനും എൻ്റെ അഭിനന്ദനങ്ങൾ എന്നാണ് സ്വപ്ന സുരേഷ് പറഞ്ഞത്. മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് രാജ്മോഹൻ സാർ ഇതിനെ വിലയിരുത്തുന്നത്? ഇവിടെ മനസ്സിലാക്കാൻ അത്ഭുതവും അതേസമയം ആശങ്കയും തോന്നുന്ന കാര്യം, ED ഇടപെട്ടു എന്നുള്ളതിൽ പ്രതീക്ഷയുണ്ട്, ഒരത്ഭുതമുണ്ട്, അതുപോലെ തന്നെ ആശങ്കയുണ്ട്. ഇതുപോലെ നമുക്കറിയാം, ഇതിനു മുമ്പ് ഇവിടെ കരുവന്നൂർ തട്ടിപ്പ് വരെ, സുരേന്ദ്രൻ്റെ കടത്ത് വരെ, കള്ളപ്പണക്കടത്ത് വരെ ഇങ്ങനെ പല സ്റ്റേജുകളിൽ നടത്തി, തിരുവനന്തപുരത്ത് പലവട്ടം റെയ്ഡ് നടത്തി, പലതരത്തിലുള്ള റെക്കോർഡുകൾ ശേഖരിച്ചിട്ട് ED ഉദ്യോഗസ്ഥന്മാർ, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇതെല്ലാം സുരക്ഷിതമായി സൂക്ഷിക്കാനായിട്ട് സെക്രട്ടേറിയറ്റിൽ ഏൽപ്പിച്ചിട്ട് പോകുന്നു. പിന്നെ മാസങ്ങളോളം അവരങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല. ഈ തിരിഞ്ഞു നോക്കാതിരുന്ന സാധനം അവിടെ സെക്രട്ടേറിയറ്റ് വെച്ച് കത്തിപ്പോവുകയായിരുന്നു. ഇലക്ട്രിക്കൽ സർക്യൂട്ട്, അതിനെ അവിടുത്തെ വിജിലൻസ് ഉദ്യോഗസ്ഥന്മാരൊക്കെ എതിർത്തെങ്കിൽ പോലും അതിൻ്റെ അന്വേഷണം അവിടം വരെ എത്തിയെന്നറിയില്ല. പിന്നെ രണ്ടാമത്, ഇവിടെ നമ്മൾ ഇത്തരം അന്വേഷണങ്ങൾ, വലിയ ആൾക്കാർ ഉൾപ്പെട്ട അന്വേഷണങ്ങൾ കേരളത്തിന് പുറത്ത് പലയിടത്തും ശിക്ഷ മേടിക്കുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ജയിലിലേക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ അങ്ങനെ ഉണ്ടാകുന്നില്ല. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രം പറയാം, അച്യുതാനന്ദൻ നടപടിയെടുത്ത് ബാലകൃഷ്ണപിള്ളയെ ശിക്ഷിച്ചു എന്നുള്ളതല്ലാതെ ഒരു ഉദാഹരണം നമുക്ക് പറയാനില്ല. ഇവിടെ ഈ കേസ് അന്വേഷിക്കുകയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് പറയാം. അന്വേഷണം നടത്തും, പക്ഷേ ആ തെളിവുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കും എന്നുള്ളതാണ്. ഇവരെ ശിക്ഷിക്കാൻ ഉപയോഗിക്കുമോ, അതിവരെ ബ്ലാക്ക് മെയിൽ ചെയ്ത് കൂടെ നിർത്താൻ ഉപയോഗിക്കുമോ? ആദ്യത്തെ അന്വേഷണത്തിൽ കിട്ടിയ രേഖകൾ ഉപയോഗിച്ച് പിണറായി വിജയനെയും മറ്റ് CPM നേതാക്കളെയും ഒരു ചങ്ങലക്കിട്ട് നിർത്താൻ മോഡിക്കും അമിത്ഷായ്ക്കും സാധിച്ചു. അതേ മാർഗത്തിൽ തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിക്ക്, UDFിലെ നേതാക്കന്മാർക്കെതിരായി കൂടെ ഉള്ള രേഖകൾ കളക്ട് ചെയ്ത ശേഷം ഈ അന്വേഷണം അവിടെ സ്ഥലം ബ്രേക്കിട്ട് അവിടെ നിൽക്കുമോ? ഇനി ഈ അന്വേഷണത്തിൻ്റെ അറിയണമെങ്കിൽ ശബരിമല ഇപ്പം ഹൈക്കോടതിയുടെ മോണിറ്ററിംഗ് നടത്തി അവർ നിയമിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇപ്പോൾ ആ കേസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഒപ്പം പുതിയൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നു, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ. ഇപ്പോൾ ആ കേസ് എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ ആവേശത്തോടെ നമുക്ക് പറയാം, നടന്നിരിക്കുന്നു, ഞങ്ങളിപ്പോൾ പിടിക്കും, അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ഷോൺ ജോർജ് മാത്രം ഒറ്റപ്പെട്ട അവസാനം, അത് നമ്മൾ കണ്ടതാണ്. സ്വപ്ന സുരേഷിൻ്റെ കേസിൽ സ്വപ്ന സുരേഷിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഷോൺ ജോർജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ഏത് നേതാവ് വന്നു? ഒരു പക്ഷത്തെയും വന്നില്ല. അവിടെയാണ് ഈ പക്ഷപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള എല്ലാ കക്ഷികൾ മാത്രമല്ല, പക്ഷപ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള അന്തർധാര ഉണ്ടാവും. ആ അന്തർധാരയാണ് ഇവിടെ അപകടകരമായി നിൽക്കുന്നത്. ഇത് സത്യസന്ധമായി അന്വേഷിച്ചാൽ വ്യക്തമായും കൃത്യമായും തെളിവുകളുണ്ട്. വിദേശ ബാങ്കുകളിലെ, ദുബായിലെ ബാങ്കിൽ വരെയുള്ള ഇവരുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് സ്വപ്ന സുരേഷ് പറയുന്നുണ്ട്. അത് വെരിഫൈ ചെയ്താൽ മാത്രം മതി. മോഡി വിശ്വപൗരനല്ലേ? മോഡിയുടെ ഗവൺമെൻറ്, ദുബായ് ഗവൺമെൻറ് ഒരു കത്തിട്ട ആ സെക്കൻഡിലെ ഡീറ്റെയിൽസ് കിട്ടിയല്ലേ? അത്രയ്ക്ക് മാത്രം റെസ്പെക്റ്റഡ് ആളല്ലേ മോഡി? കിട്ടാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഒന്നുകിൽ മോഡി ആഗ്രഹിക്കുന്നില്ല അങ്ങനത്തെ ഒരു വിവരം കിട്ടി പിണറായി വിജയനെയും കുടുംബത്തെയും ദ്രോഹിക്കാനോ, കുറ്റവാളികളെ രംഗത്ത്, അവരെ കുറ്റവാളികളായിട്ട് കാണാം, അത്തരം കുറ്റവാളികളെ രംഗത്ത് കൊണ്ടുവരാൻ മോഡി ആഗ്രഹിക്കുന്നില്ല. അല്ലെങ്കിൽ അവർ രക്ഷപ്പെട്ടു പോട്ടെ. ഈ സ്വപ്ന സുരേഷിൻ്റെ മറ്റേ വീണ വിജയൻ്റെ കേസ് തന്നെ ആലോചിച്ച് നോക്ക്. 31 പ്രാവശ്യമാണ് വിവിധ കോടതികൾ ഈ കേസ് മാറ്റിവെച്ചത്. 31 പ്രാവശ്യം. മറ്റേ 48 കഴിഞ്ഞേ ഉള്ളൂ. അതിനെ ആ റെക്കോർഡ് ഫെയിൽ ചെയ്യുമെന്നറിയില്ല. അങ്ങനത്തെ ഒരു നിയമവ്യവസ്ഥ, പോലീസ്, നിയമം, അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, പൊളിറ്റിക്കൽ ലീഡേഴ്സ്, ഇവരെല്ലാം ചേർന്ന് ഒരു സങ്കീർണമായ എന്നാൽ
കറപ്റ്റഡായ ഒരു സിസ്റ്റത്തിൽ നിന്നുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് എന്ന് മാത്രം അറിഞ്ഞുകൊണ്ട് തുടരുക. അല്ല, അത് തന്നെയാണ് ഈ നീതിന്യായ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് ഇപ്പോൾ അഴിമതി നടന്നിരിക്കുന്നു എന്ന വ്യക്തമായ തെളിവ് നമുക്ക് കിട്ടിയിരിക്കുന്നു. ആദായനികുതി വകുപ്പിൻ്റെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിലാണ് വീണ വിജയൻ യാതൊരു തരത്തിലുള്ള സേവനവും നൽകാതെ CMRL എന്ന കമ്പനിയിൽ നിന്നും 1,72,00,000 രൂപ അവരുടെ എക്സാലോജിക് എന്ന കമ്പനി വഴി വാങ്ങിയിരിക്കുന്നത്. കൂടാതെ ഈ CMRL തന്നെ മറ്റൊരു സാമ്പത്തിക കമ്പനിയായ എൻപവർ ഇന്ത്യ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ നിന്ന് 50 ലക്ഷം രൂപ കൈവായ്പയായിട്ടും തിരിച്ചടയ്ക്കാൻ യാതൊരു തരത്തിലുള്ള സോഴ്സും കാണിക്കാതിരുന്നിട്ടും ഇവർക്കത് കൊടുത്തു എന്ന് പറയുമ്പോൾ അച്ഛൻ മുഖ്യമന്ത്രി ആയതിൻ്റെ പേരിൽ കമ്പനി സുഗമമായി നടത്തിക്കൊണ്ടു പോകണം എന്നുണ്ടെങ്കിൽ മകൾ നടത്തുന്ന കമ്പനിയിലേക്ക് അഥവാ മകൾ അച്ഛന് വേണ്ടി നടത്തുന്ന ഷെൽ കമ്പനിയിലേക്ക് കോഴ കൊടുത്താലേ പറ്റുള്ളൂ എന്നുള്ളൊരു സ്ഥിതിവിശേഷം വന്നതുകൊണ്ട് CMRL പണം കൊടുത്തു എന്നുള്ളതാണ് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിപ്പോൾ CMRL നിന്ന് മാത്രമല്ല പണം കൈപ്പറ്റിയിരിക്കുന്നത്, സമാനമായ ഏതാണ്ട് 11ഓളം കമ്പനികളിൽ നിന്നും വീണ വിജയൻ്റെ എക്സാലോജിക് എന്ന കമ്പനിയിലേക്ക് പണം വന്നിട്ടുണ്ട്, കോടികൾ ഒഴിയിട്ടുണ്ട് എന്നുള്ളൊരു കണക്ക് കൂടി മാത്യു കൊഴുനാടൻ എന്ന മൂവാറ്റുപുഴ MLA നേരത്തെ തന്നെ നിയമസഭയിൽ രേഖാമൂലം ഉന്നയിച്ചിരുന്നു തന്നെയാണ്. അതിലൊന്നിലും അന്വേഷണം മുന്നോട്ട് പോയിട്ടില്ല. എന്നാൽ ഇപ്പോൾ ED ഈ കേസിലേക്ക് വരുമ്പോൾ സാറ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു തരത്തിലും ED ഈ കേസിൽ അന്വേഷിക്കാൻ പാടില്ല എന്നുള്ള ഒരു വ്യഗ്രതയോടുകൂടി കർണാടക ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ കാരണം വീണ വിജയന്റെ എക്സാലോജിക് എന്ന കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതുകൊണ്ടാണ് കർണാടക ഹൈക്കോടതിയിൽ പോയി. പിന്നീട് CMRL സമ്മർദ്ദം ചെലുത്തി CMRL തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ പോയി. അത് ജൂൺ 7-ാം തീയതി മറ്റും അതിൻ്റെ വിധി വരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിലും തടസ്സ ഹർജികൾ നൽകിക്കൊണ്ട് ഒരു തരത്തിലും അന്വേഷണം നടക്കാൻ പാടില്ല എന്നാണ് ഇവർ പറയുന്നത്. ഇവിടെയാണ് ഒരു ചോദ്യം പ്രസക്തമാകുന്നത്. മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ നിയമസഭയിൽ തൻ്റെ കൈകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഈ കൈകൾ ശുദ്ധമാണ്, എൻ്റെ മടിയിൽ കനമില്ല, അതുകൊണ്ട് എനിക്ക് വഴിയിൽ ഭയമില്ല. അങ്ങനെയെങ്കിൽ ഈ ഇന്ത്യയിലെ വിവിധ ഹൈക്കോടതികളിൽ കേസ് കൊടുത്ത് ഈ ED അന്വേഷണത്തെ മരവിപ്പിക്കേണ്ട കാര്യം എന്താണ്? 2 കമ്പനികൾ തമ്മിലാണ് ഈ ഇടപാട് നടന്നിരുന്നെങ്കിൽ ആ 2 കമ്പനികൾ തമ്മിൽ നടത്തിയ ഇടപാടുകൾ EDക്ക് എന്തുകൊണ്ട് അന്വേഷിക്കാൻ പാടില്ല? സുതാര്യമാണെങ്കിൽ പിന്നെ ഇവരെന്തിനാണ് മടിയിൽ കനമില്ലെങ്കിൽ മാറി മാറി ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതികളിലും ഇങ്ങനെ സ്റ്റേ ഹർജി കൊടുക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അവിടെ തന്നെ അതിലൊരു ദുരൂഹതയുണ്ട്. അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും സ്വപ്ന സുരേഷ് ഉന്നയിച്ച കാര്യങ്ങൾക്കെല്ലാം കൃത്യമായ വസ്തുതകൾ ഉണ്ടായിരുന്നു, അടിസ്ഥാനം ഉണ്ടായിരുന്നു എന്ന് വേണം ഇതിലൂടെയെല്ലാം മനസ്സിലാക്കാൻ. സാർ പറയാം. പ്രദീപ് പറഞ്ഞ ഒരു കാര്യത്തോട് പൂർണ്ണമായിട്ട് യോജിക്കുന്നു. പിണറായി വിജയൻ്റെ നിയമസഭയിലെ രൗദ്രഭാവം പൂണ്ട പ്രസംഗം ഉണ്ടായിരുന്നു. എൻ്റെ മടിയിൽ കനമില്ല, MLA ആണെന്ന് വിചാരിച്ച് എന്തും വിളിച്ച് പറയാവുന്നവരെ വീട്ടിൽ ഇരിക്കുന്നവരുടെ പേരിൽ ഒന്നും പറയാൻ പറ്റുന്ന കൊള്ളാനോട് പറഞ്ഞ് ഉപയോഗിച്ച ഭാഷ ഏതാണ്? എന്തും പറയാമെന്ന് വിചാരിച്ചു വീട്ടിലിരിക്കുന്നവരെ കുറിച്ച് പറയാൻ പറ്റുമോ? ഇന്ന് വീട്ടിൻ്റെ അടുക്കള വരെ ED കയറി നിരങ്ങി. ഈ മനുഷ്യൻ എന്തെങ്കിലും ഉണ്ടാകുന്നുണ്ടോ? ഇന്ന് കയറി നിരങ്ങി 8.5 മണിക്കൂർ വീട്ടു തടങ്കില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ മടിയിൽ കനമില്ല എന്ന് പറഞ്ഞ്, പക്ഷെ എനിക്ക് എൻ്റെ മറുവശം കൂടെ ഞാൻ പറയാൻ പോവാണ്. കാരണം ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഈ അന്വേഷണത്തിൻ്റെ ഇടപെടുന്ന ഏജൻസികളുടെ ഇൻറ്റഗ്രിറ്റിയെക്കുറിച്ച് പല സംശയങ്ങളും പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ആദ്യം ഇവിടെ കൈ ഉയർത്തിയാണ് കാണിച്ചത്, എൻ്റെ മടിയിൽ കനമില്ല എന്നാണ് പിണറായി വിജയൻ. ഇനി കാണിക്കാൻ പോകുന്നത് ഏതാനും പേപ്പർ കഷ്ണങ്ങൾ ഉയർത്തി. അതേ ED എഴുതി തന്നിട്ടുണ്ട്, ഒരു രേഖയും കിട്ടിയിട്ടില്ല. കൊല്ലത്തുനിന്ന് അല്ല, കണ്ണൂരിൽ നിന്നും കോഴിക്കോട് നിന്നും കിട്ടിയ 2 രേഖകളുണ്ട്. ED എഴുതി ഒപ്പിട്ട് കൊടുത്തിരിക്കുന്നതാണ്. ഇവിടെ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അത് നമുക്ക് വിശദമായി അതായിരിക്കും പോക്കി കാണിക്കാൻ പോകുന്നത്. അത് പോക്കി കാണിച്ചോണ്ട് വരും. ഞങ്ങളുടെ കയ്യിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അത് വിശദമായി മറ്റൊരു എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ എന്തായാലും ഒരു കാര്യം വളരെ പ്രസക്തമായിരിക്കുന്നു. കാരണം സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന കോൺസുലേറ്റ് ജീവനക്കാരി, അവരെ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നിരിക്കുന്നത്. 1-ാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് മുഖ്യമന്ത്രിയുടെ, അതായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ശിവശങ്കരൻ തന്നെ ആ കേസുമായി ബന്ധപ്പെട്ട് വർഷങ്ങളോളം ജയിലിൽ കിടന്നു. 1.5 വർഷം എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ ഒരു ചടങ്ങിൽ സംബന്ധിക്കുമ്പോൾ പറയുന്നു. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി അമിത്ഷാ കേരളത്തിൽ വരുമ്പോഴും മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് സ്വർണ്ണക്കള്ളക്കടത്ത് നടക്കുന്നു എന്ന് പറയുന്നു. എന്നിട്ടും ആ സന്ദർഭങ്ങളിൽ ഒന്നും തന്നെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികൾ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്നോ കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഉണ്ടാകുന്നില്ല. ഫലത്തിൽ കേന്ദ്ര സർക്കാർ പിണറായി വിജയനെ ഇവിടെ പൊതിഞ്ഞു പിടിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇപ്പോൾ ഈ പുതിയ സാഹചര്യത്തിൽ, അതായത് കേരളത്തിൽ പുതിയ സർക്കാർ നിലവിൽ വരികയും പിണറായി വിജയൻ്റെ അഴിമതി എല്ലാം തുറന്ന് അന്വേഷിക്കും എന്നുള്ളൊരു നിലപാട് കേരളത്തിലെ പുതിയ സർക്കാർ കൈക്കൊള്ളുകയും ചെയ്തതോടുകൂടി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ED അന്വേഷണത്തിലെ
ഉത്തരവ് മരവിപ്പിച്ചിരുന്ന ഉത്തരവ് നീങ്ങുകയും ചെയ്തതോടുകൂടി ഇതിനെല്ലാം കൃത്യമായ രീതിയിൽ ഒരു കളമൊരുങ്ങുന്നു. ഇനിയും കേരളത്തിൽ പിണറായി വിജയൻ സർക്കാരിനെ സംരക്ഷിച്ചു നിർത്തേണ്ടത് തങ്ങളുടെ ബാധ്യതയല്ല. മാത്രമല്ല, കോൺഗ്രസ് മുക്ത ഭാരതത്തിന് വേണ്ടിയിട്ട് പിണറായി വിജയനെ താങ്ങി നിന്നു കഴിഞ്ഞപ്പോൾ, സംരക്ഷിച്ചു നിർത്തിയപ്പോൾ, ഇനി കോൺഗ്രസിന്റെ ഭരണം തന്നെ കേരളത്തിൽ വന്ന സ്ഥിതിക്ക് ഇനി ബി ജെ പിയിലേക്ക് CPM-ൽ നിന്ന് ഒരു ഒഴുക്കുണ്ടാക്കാൻ വേണ്ടി CPM സർക്കാരിനെ കൃത്യമായ രീതിയിൽ, അല്ലെങ്കിൽ മുൻ CPM സർക്കാരിനെ കൃത്യമായ രീതിയിൽ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, CPM എന്ന സംഘടനയെ കൈകാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ BJPക്ക് കേരളത്തിൽ വളരാൻ സാധിക്കില്ല എന്നുള്ള കൃത്യമായ വിവരം പിടികിട്ടുകയും ഒപ്പം ഹൈക്കോടതിയുടെ ഉത്തരവ് മാനിച്ചുകൊണ്ട് തന്നെ ഒട്ടും സമയം കളയാതെ ഉത്തരവ് കിട്ടി പിറ്റേ ദിവസം വെളുപ്പിന് 5:30-ക്ക് തന്നെ പിണറായി വിജയന്റെ വസതിയിലേക്കും പിണറായി വിജയന്റെ കണ്ണൂരിലുള്ള വസതിയിലേക്കും CMRL ഓഫീസിലേക്കും അങ്ങനെ 12 ഇടങ്ങളിൽ ഒരുമിച്ച് റെയ്ഡ് നടത്തുന്ന ED അക്ഷരാർത്ഥത്തിൽ പിണറായി വിജയനെയും പിണറായി വിജയന്റെ കുടുംബക്കാരെയും CPM-നെയും എല്ലാം ഞെട്ടിച്ചുകൊണ്ട് തന്നെയാണ് EDയുടെ ഓപ്പറേഷൻ ഉണ്ടാകുന്നത്. ഇതിൽ 8.5 മണിക്കൂർ നേരമാണ് ഒരു മുഖ്യമന്ത്രിയെ വീട്ടുതടങ്കിലാക്കി എന്നോളം ഇത്തരത്തിലുള്ള ഒരു EDയുടെ റെയ്ഡ് നടക്കുന്നത്. മുഖ്യമന്ത്രി, അതായത് മുൻ മുഖ്യമന്ത്രിയെ വീട്ടുതടങ്കിലാക്കാൻ EDക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. എന്നാൽ മകൾക്കെതിരെ EDയുടെ അന്വേഷണം ഏത് നിമിഷവും വരും. അങ്ങനെയെങ്കിൽ തൻ്റെ ആ ഒരു അധികാരം ഉപയോഗിച്ചുകൊണ്ട് അതിനെ ചെറുത്ത് നിൽക്കാൻ വേണ്ടി മകളെ തൻ്റെ ഒപ്പം താമസിപ്പിച്ച പിണറായി വിജയന്റെ അതിബുദ്ധിയുടെ കരണത്ത് കിട്ടിയ ഏറ്റവും വലിയ അടി തന്നെയാണ് EDയുടെ ഈ റെയ്ഡ് എന്ന് പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. എന്തായാലും സ്വപ്ന സുരേഷ് ഉന്നയിച്ച കാര്യങ്ങൾക്ക് കൃത്യമായി ഇതിലൂടെ ഒരു അന്വേഷണം വീണ്ടും വരികയാണെങ്കിൽ ഇന്നിപ്പോൾ പുറത്തു വന്നതിനേക്കാൾ കൂടുതലുള്ള അഴിമതിയുടെ നാറുന്ന കഥകൾ തിരിച്ചറിയാൻ സാധിക്കും എന്നാണ് സ്വപ്ന മാധ്യമത്തോട് വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഇനി എന്താണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് വഴിയെ കണ്ടറിയാം. അതിനുവേണ്ടി കാത്തിരിക്കുക.